ആദ്യമേ ഞാൻ മെന്റലിയും ഫിസിക്കലും ഒട്ടും ഓക്കെ അല്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എന്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരൊറ്റ കൺസേണിലാണ്. വെളുപ്പിന് 1 മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത്. ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ. അപ്പൊ നമ്മുടെ ഫെയിം സ്റ്റെപ്പിൽ അവതാരികയായിട്ടുള്ള സുഹൈല AP അഥവാ ശാലു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പലർക്കും മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ്. മുമ്പൊരിക്കൽ ഹന്ന റജി കോച്ച് എന്ന് പറയുന്ന സിനിമാ നടിയോട് നിങ്ങൾക്ക് കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയത് എന്ന് ചോദ്യം ചോദിച്ച് ഏറെ അവതാരിക ഉണ്ടല്ലോ, ആ പുള്ളിക്കാരി തന്നെ. എന്തായാലും പുള്ളിക്കാരി ഇന്നലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു അവസ്ഥ ഇതിനൊരു പെണ്ണിനും ഉണ്ടാകരുതെന്നും പറഞ്ഞുകൊണ്ട് അവർക്കുണ്ടായ വളരെ ഭീകരമായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ വരുന്നത്. ഉള്ളത് പറയാൻ അത് കണ്ട് ഞാൻ കുറച്ച് സമയത്തേക്ക് അങ്ങ് തരിച്ചിരുന്നു പോയി. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ പല ആവശ്യങ്ങൾക്കും പല സ്ഥലത്തേക്കും യാത്ര ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ യാത്ര പോകുന്ന വേളകളിൽ നമ്മൾ പല സ്ഥലത്തും ഹോട്ടലുകളിലും മറ്റു റൂം എടുത്ത് തങ്ങാറുമുണ്ട്. അതുപോലെ കാസർകോട്ടേക്ക് യാത്ര പോയതായിരുന്നു ശാലു. ഇന്റർവ്യൂ അവതാരികയാണല്ലോ, യാത്രകളൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികം. അങ്ങനെ എന്തോ കൊളാബറേഷത്തിന് ആവശ്യത്തിന് കാസർകോട്ടേക്ക് പോയതാണ് സംഭവം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ബേക്കൽ ഹോം സ്റ്റേ റിസോർട്ട് എന്ന് പറയുന്ന ഹോട്ടലിൽ ഒരു രാത്രി അവിടെ റൂം എടുത്ത് തങ്ങാമെന്ന് പുള്ളിക്കാർ വിചാരിച്ചു. അത്യാവശ്യം റിസോർട്ട് സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. ശാലുവിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. കഴിക്കാനുള്ള ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കാണ് രാത്രി 1 മണിക്ക് റൂമിന് പുറത്തൊരു മുട്ട കേൾക്കുന്നത്. അതും സാധാ രീതിയിലുള്ള മുട്ടല്ലേ, ശക്തമായിട്ടുള്ള മുട്ടാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്വന്തം ഫോണിലേക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു കോളും വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പെൺകുട്ടി ഒരു റൂമിൽ ഒറ്റക്കാണ്. അന്നേരം ആ പെൺകുട്ടി കടന്നു പോകുന്ന മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഷാരു തന്നെ പറഞ്ഞങ്ങളൊന്ന് കേട്ടോക്കി. ആദ്യമേ ഞാൻ മെന്റലിയും ഫിസിക്കലും ഒട്ടും ഓക്കെ അല്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എന്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരൊറ്റ കൺസേണിലാണ്. ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, പാലക്കുന്ന് കാസർഗോഡുള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പേർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ കൂടെ ചാനലിൽ ഉള്ള ആളുണ്ടായിരുന്നു. ചാനലിന്റെ ആൾ എന്നെ ഡ്രോപ്പ് ചെയ്ത് അപ്പം തന്നെ പോയി. അപ്പം ഞാൻ അവിടെ ചെക്ക് ഇൻ ചെയ്ത ടൈം എന്ന് പറയുന്നത് 2:53 PM ആണ്. ഈ കറക്റ്റ് ടൈം ഞാൻ പറയുന്നതിന്റെ പിന്നിലും കാര്യമുണ്ട്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിന്റെ പുറത്ത് ഇറങ്ങിയില്ല. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കൊണ്ടുതരുന്ന സമയത്ത് ഡോറ് തുറന്ന് ഫുഡ് മേടിക്കാന്നല്ലാതെ വേറെ കാര്യത്തിന് പുറത്തിറങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കുഴപ്പ കാര്യങ്ങളൊന്നും ആ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടന്ന് ഏകദേശം ഒരു 12:45 സമയത്ത് എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു. അപ്പൊ എന്നെ ആ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല. ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു. അങ്ങനെ ഒരു 6-7 വട്ടം വന്നു. അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കി. കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരുമില്ല, ഈ നമ്പർ എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ്. ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ട്രാവൽ ചെയ്തതിന് ക്ഷീണം കാര്യങ്ങളും കൊണ്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്ത് അവിടെ കിടന്ന് ഒരു 2 മിനിറ്റ് ആയില്ല ആരും എന്റെ റൂമിന്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി, ഇറങ്ങി വാടി, ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതി ഷൗട്ട് ചെയ്ത് ഡോർ തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുത്തെ സംസാരം. അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും. നീ വിളിക്കടി, ഞാനാടി പോലീസിന് തുറക്കടി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ കുറെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു. അതെന്താ ഞാനിവിടെ പറയുന്നില്ല. വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചൊവ്വയുള്ള സംസാരവും കാര്യങ്ങളും. ഓക്കെ, രാത്രി 1 മണിക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർക്കണം. അതും ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക്, അതും ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ എന്ന് വിചാരിച്ച റൂം എടുത്ത ഹോട്ടലിലും എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിയല്ലേ. നമ്മൾ രാത്രി ഓരോ ഹോട്ടലിലും റൂം എടുത്ത് തങ്ങുന്നത് എന്തിനാണ്? നമ്മുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയാണ് അല്ലേ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ ഇതിനൊക്കെ പറയാ അല്ലേ. എന്തായാലും ബാക്കി കേട്ടോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 1 മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത്. ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല. ഞാൻ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരാൾ കൊല്ലാൻ വന്നാൽ അത് പ്രശ്നമല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവരുത് ഞാൻ പറയും. ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എന്ത് സംഭവിക്കും എന്ത് പറ്റും എന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു. കാരണം ഡോറെങ്ങാനും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവാന്ന് എനിക്കറിയില്ല. ഇവര് 1-2 വട്ടം മുട്ടിയിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അത് മൈൻഡ് ആക്കില്ലായിരുന്നു. കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, 2 വട്ടം മുട്ടി കുടിച്ചിട്ട് ബോധമല്ലാതെ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ ഇവര്
മുക്കാൽ മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു. റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവര് കൂളായിട്ട് മാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ. ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത രണ്ടുപേര് ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടുമ്പോൾ ഇവരെ മൈൻഡാക്കാണ്ടിരിക്കുകയാണ്. ആ റിസപ്ഷനിലുള്ളവര് കാര്യമായിട്ട് എടുത്തേയില്ല. ഞാൻ ആകെ എന്താണെന്ന് അറിയില്ല. അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസുകാർ കറക്റ്റ് ടൈമിന് തന്നെ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി. അല്ല ഡോറ് തുറന്നു പോയതെങ്കിൽ എന്താവെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളെ രണ്ടുപേരും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. അവരാരാ എന്താന്ന് പോലും എനിക്കറിയില്ല. അത് ശരി. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത രണ്ട് വ്യക്തികൾ സ്വന്തം റൂമിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് രാത്രി 1 മണിക്ക് വാതിൽ മുട്ടുക. അതേ സമയത്ത് ഷാലുവിന്റെ ഫോണിലേക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു കോള് വന്നെന്ന് ഷാലു പറയുന്നുണ്ട് അല്ലേ. ഷാലു അത് പക്ഷെ ബ്ലോക്ക് ആക്കി വിടുകയായിരുന്നു. അത് ഇവര് തന്നെ ആയിരിക്കണം വിളിച്ചത്. ഈ ഷാലുവിന്റെ ഫോൺ നമ്പർ കൊടുത്തതും ഈ റിസപ്ഷനിൽ തന്നെ ആയിരിക്കണം. അപ്പൊ ഇത്രയും കേട്ടതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് ഏതാണ് കാര്യം എന്നുള്ളത്. സംഭവം ഈ ഹോട്ടലുകാർ ഈ പെണ്ണിനെ കൂട്ടി കൊടുക്കാൻ നോക്കിയതാണ്. ഇവള് റൂം എടുത്തപ്പോ തന്നെ ഇവർ ഈ ടീംസിനെ വിളിച്ചിട്ടുണ്ടാകും. അവിടെ ഒരു ചരക്ക് വന്നിട്ടുണ്ട്, വേഗം വന്ന് കൊത്തിവെക്ക്, കിട്ടുകയാണെങ്കിൽ ലോട്ടറി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇവർ വിളിച്ച് വരുത്തിയിട്ടുണ്ടാകും. അല്ലാണ്ടൊന്ന് നട്ടപ്പാതിരാക്കി ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ? എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൊള്ളാം ഹോട്ടലിലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ബാക്കി ഉണ്ടോക്കാം. എന്നെ വിളിച്ച നമ്പർ ഇവരുടെ ആരുടെ നമ്പർ ആണെന്ന് എനിക്ക് ഡൗട്ട് തോന്നി. പോലീസുകാരോട് ഞാൻ പറഞ്ഞു വിളിച്ചു നോക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആളുടെ നമ്പറാണ്. അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി. കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ വേറൊരാൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഓക്കെ, അപ്പൊ അത് തന്നെ സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഹോട്ടലുകാർ അറിഞ്ഞുകൊണ്ടുള്ള സെറ്റപ്പ് തന്നെ. ഇതിപ്പോ ഷാലുവിനെ പോലെ അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ഒരാൾ വീഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇവർ ഇതുപോലെ മുമ്പ് എത്ര പെൺകുട്ടികളോട് ഇതേമാതിരി പെരുമാറിയിട്ടുണ്ടാകും അന്വേഷിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്തായാലും ബാക്കി കേട്ടോക്കാം. ആണെങ്കിൽ ഒരുവിധപ്പെട്ട പ്രോപ്പർട്ടിയിലൊക്കെ കൊളാബറേഷൻ ചെയ്യുന്നതാണ് ഞാൻ. പിന്നെ മഴയുള്ള സമയത്ത്, കറണ്ടും വെളിച്ചമില്ലാത്ത സമയത്ത്, അങ്ങനെ പല പല ടൈമില് പല പല അവസരങ്ങളിൽ പല പ്രോപ്പർട്ടീസിലും പോയി നിന്നിട്ടുണ്ട്. ചിലപ്പം പിന്നെ ഇടുങ്ങിയ വഴിയായിരിക്കാം, അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലായിരിക്കും, റേഞ്ച് ഇല്ലായിരിക്കും. പക്ഷെ അവിടെ എനിക്കൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇത് ടൗൺ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഏരിയയില് റെയിൽവേ സ്റ്റേഷനടുത്ത് പോലീസ് സ്റ്റേഷനടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെട്ടലൊന്നും അല്ല ഉണ്ടാക്കിയത്. ഞാൻ ഇപ്പോഴും അത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാന്ന് എനിക്കറിയില്ല. ബിക്കോസ് അത്രയും ഒരു ട്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോൾ ഓണർ എടുത്തില്ല. എങ്ങനെ എടുക്കും? ഓണർക്ക് മനസ്സിലായി കാണും താൻ പെട്ടു എന്നുള്ളത്. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഹോട്ടൽ അധികൃതർ ഓണറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും ഓണർ അറിയാണ്ട് ഇത്തരം സെറ്റപ്പ് ഒരു ഹോട്ടലിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓണറും കൂടി അറിഞ്ഞിട്ടുള്ള കളി തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓണർക്കെതിരെ ഒരു അന്വേഷണം വരേണ്ടത് അത്യാവശ്യമാണ്. ബാക്കിയുണ്ടോ? ഓണർ എടുത്തില്ല. എത്രയോ തവണ ഞാൻ വിളിച്ചു. ലാസ്റ്റ് ഇത് പ്രശ്നമായെന്ന് കണ്ടപ്പം ഓണർ എടുത്തു. എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും. കാരണം അയാള് സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത്. പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത്. അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ആയിട്ട് ഉള്ള കോൾ റെക്കോർഡ് കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. കാരണം കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ അതെന്താ ഏതാന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. എനിക്ക് അത് മാത്രമല്ല, അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസ് ആയിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെയാണ് നിന്നത്. ലാസ്റ്റ് അവർ പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തത്. ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പം അവരാണ് നമ്പർ കൊടുത്തത്. അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞുപോയി. അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള വർത്തമാനം. ശരി, ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ ഹോട്ടലിലെ റൂം എടുത്ത് ആരെയും നമ്പർ ഇവർ എടുത്തു കൊടുക്കും? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ഇത് കൊള്ളാലോ പരിപാടി. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഹോട്ടലിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട്സ്. ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് ഇതേമാതിരിയുള്ള കൂട്ടിക്കൊടുപ്പാണ്. നിങ്ങൾക്ക് ഇതേമാതിരി അവിടെ റൂം എടുത്ത് ഏതെങ്കിലും പെൺകുട്ടികളുടെ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി. അവിടെ റൂം എടുത്ത് എല്ലാവരും നമ്പർ ഇവർ എടുത്തു തരും. വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ. എന്തൊക്കെ തരം ന്യായീകരണങ്ങളാണ് അല്ലെ. പിന്നെയും കുറച്ച് കാര്യങ്ങൾ ഷാലു പറയുന്നുണ്ട്. ആ ഹോട്ടലിൽ രജിസ്റ്റർ എടുത്ത് നോക്കിയ സമയത്ത് തന്റെ വാതിൽക്കൽ മുട്ടിയ 2 പേര് അവിടെ റൂം ബുക്ക് ചെയ്തവരായിരുന്നു പോലും. എന്തായാലും കേസായിട്ടുണ്ട്. അത് അതിന്റെ ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ അല്ലേ. ഇത് വല്ല ലോഡ്ജ് സെറ്റപ്പുള്ള മുറികളിലൊക്കെയാണ് നടന്നത് എങ്കിൽ നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ലോഡ്ജുകളിലൊക്കെ ഇത് സർവ്വസാധാരണ സംഭവമാണ്. പക്ഷെ ഇത് നടന്നത് റിസോർട്ട് സെറ്റപ്പുള്ള ഒരു ഹോട്ടലിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ എന്ന് കരുതിയ റൂം എടുക്കുന്ന സ്ഥലങ്ങളാണ് ഇവയെല്ലാം അല്ലേ. അവിടെ വെച്ച് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഹൊറിബിൾ. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്തായാലും ഹോട്ടലിന്റെ പേരെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട്. ഇനി അവിടെ ഒരു പെൺകുട്ടികളും തനിച്ച് റൂം എടുക്കാതിരിക്കുക. റൂം എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം തണ്ടും തട്ടുള്ള ആൾക്കാർ കൂടെ കൂട്ടിക്കോളൂ. എങ്ങാനും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ നേരിടാൻ കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ധൈര്യമാണല്ലോ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.